നടപ്പാത തകർന്നതോടെ ഇടുക്കി മൂന്നാർ ലക്ഷം നഗറിലെ 30ഓളം കുടുംബങ്ങൾ ആശങ്കയിൽ. 2018 മുതൽ 3 തവണയാണ് ഇവിടുത്തെ നടപ്പാത തകർന്നത്. പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ താൽക്കാലികമായി നടപ്പാത നിർമ്മിച്ചു നൽകിയെങ്കിലും ഈ മഴക്കാലത്ത് അതും ഇടിഞ്ഞതോടെ 30ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിലാണ് മൂന്നാർ ലക്ഷം നഗറിലെ 30ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഈ നടപ്പാത തകർന്നു വീണത്. നടപ്പാത തകർന്നു വീണതോടെ കുടുംബങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലായി. ആശുപത്രി അടക്കമുള്ള ആവശ്യങ്ങൾക്ക് റോഡിലേക്ക് എത്തണമെങ്കിൽ ദീർഘദൂരം മറ്റൊരു വഴിയിലൂടെ യാത്ര ചെയ്യണം. 2018 മുതൽ 3 തവണയാണ് ഈ നടപ്പാത തകർന്നു വീണത്. നിരവധി സ്ഥലങ്ങളിൽ പരാതി നൽകിയെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എന്നും പ്രദേശവാസികൾ പറയുന്നു. ഇത് 2018 മുതൽ ഇങ്ങനെ ഇടിഞ്ഞു വരികയാണ്. ഇതിൻ്റെ മുകളിലോട്ട് 30ഓളം വീട്ടുകാരുണ്ട്. ഇത് 2018, 19, 20 എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കുകയും ഞങ്ങളുടെ സങ്കടങ്ങൾ പറയുകയും ചെയ്തതാണ്. ആരും ഇതുവരെ ഇങ്ങോട്ടൊരു മൈൻഡ് ചെയ്തിട്ടില്ല. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടായി പിള്ളേരെയും കൊച്ചുങ്ങളെയും പ്രായമായവരെയും കൊണ്ട് വളരെ പേടിച്ച് ഇങ്ങനെ എവിടെ പോകണമെന്നറിയാതിരിക്കുകയാണ്. നടപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വരുന്ന എസ്റ്റിമേറ്റ് തുക 20 ലക്ഷം രൂപ ആകുന്നതിനാലാണ് പഞ്ചായത്തിന് നടപ്പാത നിർമ്മിക്കുവാൻ കഴിയാത്തതെന്ന് വാർഡ് മെമ്പർ മാർഷ് പീറ്റർ പറഞ്ഞു. മൂന്നാർ ലക്ഷം നഗറിൽ 2023 ആഗസ്റ്റ് മാസം ഇടിഞ്ഞ നടപ്പാതയിൽ அந்த டைமில் மூணார் பஞ்சாயத்தினுடைய பாகத்திலிருந்து 7 லட்சம் ரூபா சம்ரஷன் கிட்டி கட்டுறதுக்கு நடப்பாத வேலை செய்யறதுக்கு நம்ம ப்ராஜெக்ட் வச்சுட்டோம். அன்றைக்கி இருந்த ஏஇயோடைய ஒரு எஸ்டிமேட்டு 20 லட்ச ரூபா இல்லாமல் இந்த நடப்பாதையை வேலை செய்ய முடியாதுன்ற சொன்ன காரணத்தினால அந்த 7 ലക്ഷം രൂപ അன்றைக்கி 2023 ലാപ്സ് ആയി പോയി. അതേസമയം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം താൽക്കാലികമായി നടപ്പാത നിർമ്മിച്ചു നൽകിയിരുന്നു. എന്നാൽ ഈ മഴക്കാലത്തും ഈ നടപ്പാതയും തകർന്നതോടെ 30ഓളം കുടുംബങ്ങൾ വലിയ ആശങ്കയിലാണ്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.